നമ്മളെല്ലാവരും വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയുന്നവരല്ലേ. നമ്മളെല്ലാവരും അതിലും മെയിനുമാണ്. നമ്മൾ പല ആപ്പ് യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്, പോസ്റ്റ് ചെയ്യാറുണ്ട്. ബട്ട് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഒരു ആപ്പോ ഒരു സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലാതെ തന്നെ ഓൺലൈനായിട്ട് ഒരു വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് അതിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്? സെറ്റല്ലേ, അടിപൊളിയല്ലേ? ബട്ട് വെയിറ്റ്, ഈ വെബ്സൈറ്റിനെ കുറിച്ചല്ല നമ്മൾ പറയാൻ പോകുന്നത്. ഈ വെബ്സൈറ്റ് ഡെവലപ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ, അപ്പം ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര് AceThinker എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെന്ന് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്ത് പറ്റുമോ. വൺ തിങ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് ഞാൻ കാണിക്കും ഈ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇതുപോലെ കുറേ സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുമ്പും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട ശേഷം അവസാനം നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഓൾ ഗുഡ്. വിൽ സീ യു ആഫ്റ്റർ ദ ഇൻട്രോ. വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഈ സോഫ്റ്റ്വെയർ AceThinker മൂവി എഡിറ്റർ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെന്ന് വെച്ചാൽ നമുക്കെന്താ ഉപയോഗം, ഇത് വെച്ച് എന്തിനാ യൂസ് എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ യൂസ് ഒന്നുമില്ല. പ്രീമിയർ പ്രോ പോലെയുള്ള ആപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ബിഗിനർ ഫ്രണ്ട്ലി ഫോർ ബിഗിനേഴ്സ്. ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ. അപ്പം ഇങ്ങനെയുള്ളൊരു ആപ്പ് ഉണ്ട്. ഈ AceThinker എന്നുള്ളൊരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വലിയ വലിയ ആപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ശരിക്കും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. പറ്റുകയാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ്. ഓൾ ഗുഡ്. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിങ്ങിലേക്ക് പോകാം. ചുമ്മാ കുറേ വീഡിയോ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എന്നല്ലേ എഫക്ട്സ് എങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ പരിപാടി ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഓൾ ഗുഡ്. ഓക്കെ, അപ്പം ഇതാണ് AceThinker വീഡിയോ എഡിറ്റർ എന്നുള്ള സംഭവം. ഇതിൻ്റെ ലോഞ്ചിങ് പ്ലീസ് വെയിറ്റ്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്, തുടക്കത്തിലുള്ള ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ തന്നെ ഇതിൽ 16 കോമൺ സൈസ് എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ തന്നെ കുറേ നോർമൽ ഡീഫോൾട്ടായിട്ടുള്ള സൈസ് കൊടുത്തിട്ടുണ്ട്. പോർട്രേറ്റ് ഇങ്ങനെയാണ്, സ്ക്വയർ ഇങ്ങനെയാണ്. ഇതിലേത് സൈസ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ആൻഡ് ഈ പുതിയൊരു പ്രൊജക്റ്റ് നമ്മൾ പകുതിയിൽ ചെയ്ത് നിർത്തി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഓപ്പൺ പ്രൊജക്റ്റ് കൊടുത്ത് എടുക്കാൻ പറ്റും. നമ്മളൊന്നുമില്ലല്ലോ, പുതിയ പ്രൊജക്റ്റ് അല്ലേ. അപ്പം 16:9 പുതിയ പ്രൊജക്റ്റ് വെച്ച് പോയോ. ഓക്കെ, അപ്പം ഇതാണ് AceThinkerൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഗ്രേറ്റ്. ഓക്കെ, അത് ഏറെക്കുറെ പ്രീമിയർ പ്രോ പോലെ തന്നെയാണ് സംഭവം. ബട്ട് ആ ഓപ്ഷൻസ് ഒന്നും ഇല്ല അതിനകത്ത്. ഇവിടെ സംഭവം വല്ലതും എടുത്തിട്ടാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു മീഡിയ ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് മീഡിയാസ് വന്നിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഇതിന് വേണ്ടിയിട്ട് രണ്ട് വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് 2 വീഡിയോ. ഓക്കെ, ഇഷ്ടമുള്ള ഏതെങ്കിലും 2 വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. ഓൾ ഗുഡ്. ഓക്കെ, അപ്പം ഇതിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ നിന്ന് പ്ലേ ചെയ്യാം. ഇതിലാണ് പ്ലേ ചെയ്യുക. സാധനം ഇങ്ങനെ പ്ലേ ചെയ്യാൻ കാണാൻ പറ്റും. ഓക്കെ, ഇതിന് നമുക്ക് ഇവിടെ ഈ ടൈം ലൈനിൽ ഇട്ടാലേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഡ്രാഗ് ചെയ്ത് ഒന്നിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വേറെ ഒന്നിട്ടിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വരിക. ഇത് വേണമെങ്കിൽ രണ്ടും ഒരു ലൈനിലിടാം. ഇത് വീഡിയോ ആണ്. താഴെ പിക്ചർ ഇൻ പിക്ചർ, ഇവിടെ ടെക്സ്റ്റ്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മ്യൂട്ടാക്കാം, അങ്ങനെ വലിച്ച് കുറയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ പരിപാടി എന്ന് പറയുന്നത്. ആൻഡ് ഇത് വേണമെങ്കിൽ നമുക്കിവിടെ പല ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതായത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. എഡിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുക, സ്പീഡ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യുക. സ്ലോ മോഷൻ ആണെങ്കിൽ സ്ലോ മോഷൻ ആക്കുക, റൊട്ടേറ്റ് ചെയ്യുക, വീഡിയോനെ തിരിച്ച് മറിച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ പല പരിപാടിയും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓഡിയോൻ്റെ ചെയ്യണ പരിപാടിയും അതിൻ്റെ മാസ്ക് ചെയ്യണ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ടെക്സ്റ്റ് ആഡ് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക. വീഡിയോ വേണമെങ്കിൽ ക്രോപ്പ് ചെയ്തിട്ട് ചെറുതാക്കാം. ഓക്കെ, ഇത് ഇത്ര വേണ്ട, ഇത്ര മതി എന്ന് പറഞ്ഞാൽ ഇത്ര നടുവിൽ മാത്രം നമുക്ക് മതി എന്ന് വെച്ചാൽ ഈ നടുവ് മാത്രം എടുക്കുക. ഓക്കെ കൊടുക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ ക്രോപ്പ് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നത്. ഓക്കെ, എന്തോ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ട്രാൻസിഷൻ ഉണ്ട്. അതായത് പല ട്രാൻസിഷനും നമുക്ക് ഇവിടെ കാണാൻ പറ്റും, വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, ആൻഡ് ഇതുപോലെ വിഗ്നെറ്റ്, ഡിസോർഡർ, അങ്ങനെ പല ട്രാൻസിഷൻ ഓവർലേ ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ, ഇതൊക്കെ നമ്മുടെ ഫോണിനകത്തുള്ള സാധനങ്ങൾ തന്നെയാണ്. ബട്ട് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. ചൈനക്കാർ ഇപ്പോഴും ഇതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താ പറയുക. അങ്ങനെ പല സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് പരിപാടി വരിക. ഇതിൽ നമുക്ക് ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് എടുത്തിട്ട് പുതിയ പ്രൊജക്റ്റ് എടുക്കുക, സേവ് ചെയ്യുക. പുതിയ ഫയൽ വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക അതിനകത്ത്.
പിന്നെ എഡിറ്റിനകത്താണ് കോപ്പി പേസ്റ്റ് അണ്ടു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മ്യൂട്ട് ചെയ്യുക. മോസൈക്ക്, സൂം, അതായത് ഇവിടെയുള്ള ഈ സീം സാധനമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എക്സ്പോർട്ട് പറഞ്ഞാൽ ഫയൽ സേവ് ചെയ്യാൻ. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. വലിയ വലുതെന്നല്ല, കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളേ ഇല്ല. ഇവിടെ ഇങ്ങനെ മൗസ് കൊണ്ട് വെച്ചിട്ട് പിന്നെ ഇതിനെങ്ങനെ ആക്കിയാൽ സൂം ഇന്നും സൂം ഔട്ടും ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ വരയിൽ ഇങ്ങനെ ഇവിടെ ആരോ മാർക്ക് ഉണ്ടായാലും ഇങ്ങനെ ആക്കിയാലും മതി. സിമ്പിളായിട്ട് പരിപാടി നോക്കാൻ പറ്റും. നമ്മളിപ്പോൾ നോക്കിയ ഈ വീഡിയോൻ്റെ സംഭവമാണ് ഇത്. ഇതിന് വേണം ചുമ്മാ ഒരു ട്രാൻസിഷൻ ഇട്ട് കാണിച്ച് തരാം. അടിപൊളി, അങ്ങനെയാണ് ഇപ്പോൾ ട്രാൻസിഷൻ വരുന്നത്. ഇതിന് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നെറ്റ് വേണം. ഓക്കെ, വൻ ചൊറ പരിപാടിയാണ്. അതായത് ഇതൊന്നും ഡൗൺലോഡഡ് അല്ല. ഈ പ്ലസ്സിൽ ടച്ച് ചെയ്താൽ ഡൗൺലോഡഡ് ആവും. അപ്പം ഇത് ഡൗൺലോഡ് ആകുമ്പോഴാണ് നമുക്ക് ഓരോന്ന് യൂസ് ചെയ്യാൻ പറ്റുക. അങ്ങനെയും ഉണ്ട്. ഓക്കെ, ഇത് എക്സ്പോർട്ട് ചെയ്യണം, വീഡിയോ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ടിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഹാങ് ആവില്ല, ഇങ്ങനെ വരും. അതിൽ നമുക്ക് വീഡിയോ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുക, റീനെയിം ചെയ്യുക, വേറെ എങ്ങനെ റീനെയിം ചെയ്തിട്ട് നമുക്ക് ക്വാളിറ്റി ഹൈ ആക്കാം. അത് VIP മാത്രമേ പറ്റുള്ളൂ. ഓ മൈ ഗോഡ്, നമ്മൾ VIP ഒന്നും അല്ലല്ലോ. ഓക്കെ, എക്സ്പോർട്ട് കൊടുത്താൽ എക്സ്പോർട്ടായി പോകും. അങ്ങനെയാണ് വീഡിയോ എക്സ്പോർട്ട് ചെയ്യിപ്പിക്കുക. അതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഇൻ്റർഫേസിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ആവുക. ഇഷ്ടപ്പെട്ട മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി, എൻ്റെ അടുത്ത് ചോദിക്കരുത്. സോ അപ്പോൾ അങ്ങനെയാണ് AceThinker എന്നുള്ളൊരു അപ്ലിക്കേഷൻ അല്ല സോഫ്റ്റ്വെയർ വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് AceThinker എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ മാൻ. എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പരിപാടി. ഓക്കെ, ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ താഴെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിനകത്ത്. യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ആൻഡ് ഹാവ് ഫൺ ഓർ എനിത്തിങ്. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി ബാങ്കർ ആൻഡ് ബ്യൂട്ടിഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെയും കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ് ഗൈസ്. ലോട്സ് ഓഫ് ലവ്. ബൈ. ഹായ്.